അരിൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനും ടി വി രാജേഷിനുമെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് വിചാരണ കോടതി. പോലീസിനും സിബിഐക്കും ലഭിച്ച സാക്ഷിമൊഴികളിൽ നിന്ന് ഇക്കാര്യം വ്യക്തമാണ്. പി ജയരാജനും ടി വി രാജേഷും ഉൾപ്പെടെ 6 പ്രതികൾ ഗൂഢാലോചന നടത്തി. കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ, വധശ്രമം എന്നീ കുറ്റങ്ങൾ നിലനിൽക്കുമെന്നും വിചാരണ കോടതി വ്യക്തമാക്കുന്നു. വിചാരണ കോടതി വിധിയുടെ ഇന്നലെ ഹർജി തള്ളിക്കൊണ്ട് നൽകിയ വിധിയുടെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുന്നു. ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് നമുക്കൊപ്പം എത്തുന്നു തത്സമയം. ഗുഡ് ഈവനിംഗ് ശ്യാം ദേവരാജ്. വരാന്തയിൽ ഉയർന്നുകേട്ട ആക്രോശങ്ങളിൽ എല്ലാമുണ്ട്. അതിൽ ആ ഗൂഢാലോചന, നിർദ്ദേശങ്ങൾ എല്ലാം വ്യക്തമാണ് എന്ന് കോടതിയും കണ്ടെത്തുകയാണോ ശ്യാം? സുജയ പാർവതി, ഗുഡ് ഈവനിങ്. അങ്ങനെ തന്നെയാണ് കോടതിയും പറഞ്ഞിരിക്കുന്നത്. അതായത് തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലെ 315 മുറിക്ക് അകത്തും പുറത്തുമായാണ് ഇതിൻ്റെ ഗൂഢാലോചന നടന്നത്. CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗമായ വേണു 2 ആളുകളോട്, ഈ പ്രതിപട്ടികയിലുള്ള 2 പേരോട് ആക്രോശം നടത്തുന്നു. അക്കാര്യം പി ജയരാജനും ഒപ്പം ടി വി രാജേഷും കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതായത് ഈ ഗൂഢാലോചനയെ സംബന്ധിച്ച്, ഈ കൊലപാതകത്തെ സംബന്ധിച്ചും അതിൻ്റെ കൊലപാതകത്തെ സംബന്ധിച്ച് പി ജയരാജനും ടി വി രാജേഷിനും അറിയാം. മാത്രമല്ല ഇതിന്റെ ഗൂഢാലോചനയിൽ അവർ കൂടി പങ്കെടുത്തതാണ് എന്നതാണ് സാക്ഷിമൊഴി. ആ സാക്ഷിമൊഴിയെ വിശ്വസിച്ചാണ്, അല്ലെങ്കിൽ അതിനെ അംഗീകരിച്ചാണ് ഇപ്പോൾ കോടതി അത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് ഈ കേസിലെ വിചാരണയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് 2 പ്രതികളാണ് കേസിൽ പ്രതികളാക്കപ്പെട്ട CPM-ന്റെ നേതാക്കളായ പി ജയരാജനും ഒപ്പം ടി വി രാജേഷുമാണ് വിചാരണ കോടതിയെ സമീപിച്ചിരുന്നത്. വിടുതൽ ഹർജി നൽകിയത് വിചാരണയിൽ നിന്ന് ഒഴിവാക്കണം, ഒപ്പം പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കണം എന്നായിരുന്നു ആവശ്യം. ഈ ആവശ്യമാണ് ഇന്നലെ വിചാരണ കോടതി തള്ളിയത്. ആ ഉത്തരവിന്റെ പകർപ്പാണ് റിപ്പോർട്ടറിന് ലഭിച്ചതും. ഇതിൽ പറയുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. പി ജയരാജനും CPM നേതാക്കളായ പി ജയരാജനും ഒപ്പം ടി വി രാജേഷിനുമെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്നാണ് എറണാകുളം പ്രത്യേക CBI കോടതി പറയുന്നത്. പോലീസിനും CBIക്കും ലഭിച്ച സാക്ഷിമൊഴികളിൽ നിന്ന് ഇക്കാര്യം വ്യക്തമാണ് എന്നുകൂടി കോടതി അടിവരയിടുന്നു. പി ജയരാജനും ടി വി രാജേഷും ഉൾപ്പെടെ 6 പ്രതികളാണ് ഗൂഢാലോചന നടത്തിയത്. അതായത് 28, 29, 30, 31, 32, 33 എന്നിങ്ങനെ 6 പ്രതികളാണ് ഗൂഢാലോചന നടത്തിയത്. ഇതിൽ 32, 33 പി ജയരാജനും ടി വി രാജേഷുമാണ്. ഈ 6 പ്രതികളാണ് തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ വെച്ച് ഗൂഢാലോചന നടത്തിയത്. തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലെ 315 നമ്പർ മുറിക്ക് അകത്തും പുറത്തുമായി വെച്ചാണ് കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ, വധശ്രമ കുറ്റം എന്നിങ്ങനെ ഈ 4 കുറ്റങ്ങളും, പ്രധാനപ്പെട്ട ഗൗരവതരമാകുന്ന 4 കുറ്റങ്ങളും ടി വി രാജേഷിനും ഒപ്പം പി ജയരാജനുമെതിരെ നിലനിൽക്കും എന്ന കാര്യവും കൂടി ഈ വിചാരണ കോടതി അതിന്റെ വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിധിന്യായത്തിന്റെ 20ാമത്തെ പാരഗ്രാഫിൽ കൃത്യമായി അത് പറഞ്ഞു വെക്കുന്നുമുണ്ട്. അതായത് the presence of accused numbers 28 to 33 at the cooperative hospital Taliparamba inside and outside room number 315 of the said hospital. It is also prima facie indicated that the accused number 30 shouted to accused numbers 28 and 31 by standing on the doorway of the room to deal with the Muslim League workers. അപ്പോൾ മുസ്ലിം ലീഗ് വർക്കേഴ്സിനെ ഡീൽ ചെയ്യാൻ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് ഈ കൊലപാതകം എന്നതിലേക്ക് എത്തുന്ന ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ നിർദ്ദേശമായി ഇതിനെ കോടതിയും കാണുകയാണല്ലേ ശ്യാം? അങ്ങനെ തന്നെയാണ്. അതായത് വേണു ഇത്തരമൊരു പരാമർശം 2 പ്രതികളോട് നടത്തുമ്പോൾ അവിടെ ആ മുറിക്കുള്ളിൽ പി ജയരാജനും ടി വി രാജേഷും ഉണ്ടായിരുന്നു. അതായത് ഇതിന്റെ കൊലപാതകത്തിന്റെ ഗൂഢാലോചന നടക്കുന്നതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കൊലപാതകം നടക്കാനിരിക്കുന്നതിനെ സംബന്ധിച്ച പി ജയരാജനും ടി വി രാജേഷിനും അറിയാമായിരുന്നു. ഒപ്പം അവർ ഇതിന്റെ ഗൂഢാലോചനയിൽ കൂടി പങ്കാളികളാണ്. ആദ്യം ഈ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിനും ഒപ്പം പിന്നീട് അന്വേഷണം നടത്തിയ CBIക്കും സമാനമായ ഒരേ രീതിയിലുള്ള മൊഴികൾ തന്നെ ലഭിച്ചിട്ടുമുണ്ട്. ആ മൊഴികളിൽ നിന്ന് ഇക്കാര്യം പ്രഥമ ദൃഷ്ട്യാ തന്നെ വ്യക്തമാണ് എന്നുമാണ് വിചാരണ കോടതി അതിന്റെ വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നത്. എറണാകുളം പ്രത്യേക CBI കോടതി നമ്പർ 3 ആണ് ഇതിന്മേൽ ഈ വിടുതൽ ഹർജിന്മേൽ വളരെ വിശദമായ വാദം 18 മാസത്തോളം എടുത്ത് വാദം കേട്ടതും ഇന്നലെ വിധി പറഞ്ഞതും. ആ വിധിയുടെ പകർപ്പാണ് നമുക്ക് റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. തുടങ്ങാൻ പോകുന്നു. 4 കുറ്റങ്ങൾക്ക് പി ജയരാജനും ടി വി രാജേഷും വിചാരണ നേരിടണം. എറണാകുളം പ്രത്യേക CBI കോടതിയുടെ വിധിയിലെ പരാമർശങ്ങളുടെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. വിചാരണ കോടതി വിധിയുടെ പകർപ്പ് റിപ്പോർട്ട് പുറത്തുവിടുന്നു. കൃത്യമായി കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആശുപത്രി വരാന്തയിൽ നിന്ന് കേട്ടതും അവിടെ നടന്ന ഗൂഢാലോചനയും സംബന്ധിച്ച കാര്യങ്ങൾ.